പ്രിയപ്പെട്ടവർ, ഞാൻ ലത്തീഫ് കുറ്റിപ്പുറം. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ചിയാൻ മുസ്ലിം എന്ന് പറഞ്ഞൊരു എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ചിയാൻ മുസ്ലിമിലേക്ക് ഞാൻ എത്തിയത് എൻ്റെ ഉള്ളിലുള്ള മുസ്ലിങ്ങളുടെ അപ്പുറത്തേക്ക് ഇതിലെ ഡയറക്ടർ ശ്രീദേവ് പറഞ്ഞുണ്ടാക്കി അയാൾ കണ്ട അയാളുടെ അച്ഛനുമായി ഇടപെട്ടൊരു ചിയാൻ മുസ്ലിമുണ്ട്. ആ ചിയാൻ മുസ്ലിം 3 ദിവസം ഞാൻ എൻ്റെ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത ഒരു ചിയാൻ മുസ്ലിമിനെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പലർക്കും തോന്നുന്നു, ഇപ്പം എൻ്റെ കൂടെയുള്ള ദിലീപ് മുസ്തഫ സാർ അടക്കം പറഞ്ഞു, ക്യാമറ ഇയാൾക്ക് നേരെയല്ല. ചിയാൻ മുസ്ലിം അങ്ങനെയായിരുന്നു, നേരെ ആൾക്ക് ഫേസ് കൊടുക്കാത്ത രൂപത്തിലാണ് അയാളുടെ പ്രതികരണമൊക്കെ. പിന്നെ ചിയാൻ മുസ്ലിം ഒരു സൂഫി ആയ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ രൂപത്തിലുള്ള പക്വതയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ പറയുന്നത് നമ്മുടെ നാടിൻ്റെ ജൈവഭാവമാണ്. ഒരുപാട് നാട്ടുനന്മകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യായി പോയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലായ്മയിലൂടെ നാം തിരിച്ചറിയാനുള്ള സന്ദേശം കൂടി ഇതിലുണ്ട്. ഒരുപക്ഷെ പ്രണയത്തെക്കാളും മഹത്തരമായിരുന്നു ആ കാലത്തെ വിശപ്പ്, അല്ലെങ്കിൽ പ്രണയത്തെക്കാളൊക്കെ ഏറെ കഠിനമായിരുന്നു, തീവ്രമായിരുന്നു, തീക്ഷ്ണമായിരുന്നു വിശപ്പ് എന്നൊരു സാധനം നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 വർഷം മുന്നേ നമ്മുടെ മഹാരഥന്മാരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും പീഡനങ്ങളും ഒക്കെ അനുഭവിച്ച ആളുകളാണ്. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചതിന് കാരണം ഇല്ലായ്മയായിരുന്നു. ആ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ വന്നത് ആർഭാടത്തിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്കൊരു മിതത്വമുണ്ട്. ആ മിതത്വം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മിതത്വം തിരിച്ചു പിടിച്ചാൽ ലാളിത്യമാവും, നമുക്ക് ലജ്ജയുണ്ടാവും. ലജ്ജ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം നമുക്ക് മിതത്വം നഷ്ടപ്പെട്ടാണെന്നുള്ള ബോധ്യം കൂടി ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് സാന്ദർഭികമായിട്ട് പറയാനുള്ളത്.